أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه أجمعين أما بعد അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും ഇഷ്ടപ്പെടുന്ന അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പാപങ്ങൾ ചെറുതും വലുതും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മൾക്കിടയിലുള്ള രോഗികൾക്കെല്ലാം നമുക്കും അല്ലാഹു കാമിലായ ശിഫാവും ശമനവും പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് ലോകത്തിന്റെ ഇതര ദിക്കുകളിൽ നിന്നൊക്കെ യാത്ര തിരിച്ച് എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധരായ ഹജ്ജാജികൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി യാത്ര പുറപ്പെട്ടു തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ലോകമെമ്പാടുമുള്ള മുസൽമാൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഭൂമിയിൽ നടക്കുന്ന ചലനങ്ങളെ വീക്ഷിക്കുകയും അതിൽ വളരെ ഭക്തിയോടുകൂടെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഹജ്ജാജിമാർക്ക് പ്രത്യേകമായും നിലയുറപ്പിക്കേണ്ട 3 സ്ഥലങ്ങളും ഇടങ്ങളുമാണുള്ളത്. ഒന്ന് മിനയാണ്, മറ്റൊന്ന് മുസ്ദലിഫയാണ്, മറ്റൊന്ന് അറഫയാണ്. നാളെയാണ് വിശുദ്ധമായ അവരുടെ അറഫ ദിവസം. ലക്ഷോപലക്ഷങ്ങളായ ആളുകൾ പരിശുദ്ധമായ പ്രാർത്ഥനകളും ദുആകളുമൊക്കെയായി അറഫയുടെ മണ്ണിൽ നിലകൊള്ളുന്ന ദിവസം. അറഫ എന്ന് പറഞ്ഞാൽ തന്നെ തിരിച്ചറിവ് എന്നാണ് അതുകൊണ്ട് ലക്ഷ്യീകരിക്കുന്നത്. അത് പ്രപഞ്ചത്തിനൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയോടൊത്തുള്ള സ്വർഗ്ഗ ജീവിതത്തിൽ നിന്ന് ചില വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നടന്നപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തിറങ്ങാൻ ആഹ്വാനം നൽകുകയും ഭൂമിയിലെത്തിയിട്ട് പരിചയപ്പെടുകയും ചെയ്ത സ്ഥലമായതുകൊണ്ടാണ് അതിന് അറഫ, അവർ തിരിച്ചറിഞ്ഞ ദിവസം, തിരിച്ചറിഞ്ഞ സ്ഥലം എന്നതിന് നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. അതല്ല, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഅബാലയം നിർമ്മിക്കാനുള്ള ആഹ്വാനം അല്ലാഹു നൽകി. ആ നിർമ്മാണ പ്രക്രിയകൾക്കു ശേഷം ഹജ്ജിന്റെ എല്ലാ വശങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. ഹജ്ജിന്റെ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. അവസാനം അറഫയുടെ പരിശുദ്ധ മണ്ണിൽ കൊണ്ടുവന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിച്ചു ആദം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, അഅറഫ്ത, ഇബ്രാഹിം നബിയെ, ഹജ്ജ് എന്താണ്? ഹജ്ജിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇത് കൃത്യമായ ഈ അമൽ പൂർത്തീകരണത്തോടടുക്കുമ്പോൾ തിരിച്ചറിയുന്ന ഒരു പ്രതിഭാസമുണ്ട് അല്ലാഹു. അതുകൊണ്ട് ആ അല്ലാഹുവിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ എന്റെ അടുത്ത പ്രവാചകൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നഅം, പടച്ചവനെ, എനിക്കെല്ലാം മനസ്സിലായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധ്യാപനം വളരെ ഹൃദയസ്പൃക്കായിരുന്നു, മനസ്സിലാക്കാൻ ഉതകുന്നതായിരുന്നു. ഹജ്ജിന്റെ വേളകളും കർമ്മങ്ങളെല്ലാം ഞാൻ ശരിക്കു മനസ്സിലാക്കി എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അത് നടന്നത് അറഫയുടെ മണ്ണിലായതുകൊണ്ട് ആ സ്ഥലത്തിനും അറഫ. പിന്നെയോ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാനുള്ള ആഹ്വാനം ഒരുപാട് സ്വപ്നങ്ങളിലൂടെയാണ് ബോധനം നൽകുന്നത്. അവസാനമായി അറുക്കണം എന്ന ഉറപ്പായ തിരിച്ചറിവ് ലഭിക്കുന്നതും ഈ വിശുദ്ധമായ ദിവസത്തിലാണ്. അങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കുന്ന ഇടവും സ്ഥലവും ആയതുകൊണ്ടാണ് ആ മണ്ണിനും പേര് അറഫ എന്നും ഈ സ്ഥലത്തിനും ഈ സമയത്തിനും ദിവസത്തിനും
അറഫ എന്നും നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് പരിശുദ്ധമായ ഇസ്ലാം. മാത്രമല്ല, ഈ ദിവസത്തിലാണ് പരിശുദ്ധമായ ഇസ്ലാം പൂർത്തീകരണമായി എന്ന്, ഇസ്ലാമിന് പൂർത്തീകരണം സിദ്ധിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു ഹബീബിനെ അറിയിക്കുന്നതും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീനായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു ജൂതൻ അരികിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, പരിശുദ്ധമായ ഖുർആനിൽ ഒരായത്തുണ്ട്, ആ ആയത്ത് ഞങ്ങൾക്കായിരുന്നു ഇറക്കപ്പെട്ടിരുന്നത് എങ്കിൽ ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ, ഞങ്ങൾ അന്ന് പെരുന്നാൾ ആഘോഷിക്കുമായിരുന്നു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അതേതാണ് ആയത്ത് എന്ന്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ആ ജൂതൻ പറയുന്നുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസമാണ് നിങ്ങളുടെ ദീൻ പൂർണ്ണമാക്കി തന്നിട്ടുള്ളത്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിട്ടുള്ളത്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസ സംഹിതയായി ഇസ്ലാമിനെ നിങ്ങൾക്ക് വരദാനമായി സമ്മാനിച്ചതും ഇന്നത്തെ ദിവസമാണ് എന്ന്. പരിശുദ്ധ ഖുർആന്റെ ആയത്തിറങ്ങിയ ദിവസമാണ് ഇന്ന്. അത് ഞങ്ങൾക്കായിരുന്നു ഇറക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഞങ്ങൾ കൊണ്ടാടുമായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ആ ആയത്ത് ഇറങ്ങിയത് എവിടെ, ഇറങ്ങിയ ദിവസം ഏത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅറഫാത്ത് യൗമൽ ജുമുഅ, ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഹബീബായ നബി തങ്ങൾ അറഫയിൽ നിലകൊള്ളുകയായിരുന്നു. അപ്പോഴാണ് ആയത്തിറങ്ങിയത്. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം കൊണ്ട് കിലാഹുമാ ബിഹംദില്ലാഹി ലനാ ഈദ്, ഈ രണ്ടു ദിവസവും ഞങ്ങൾക്ക് പെരുന്നാളാണ് എന്ന് മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അറഫ ദിവസം ഞങ്ങൾ നല്ലതുപോലെ അല്ലാഹുവിനെ സമർപ്പിക്കുന്ന ഒരു പെരുന്നാൾ പ്രതീതി ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു ദിവസമാണ് അറഫ. മറ്റൊന്ന് വെള്ളിയാഴ്ചയാണ് അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, നിരന്തരമായി നമ്മൾ കേൾക്കുന്ന ഒരു മൊഴിയാണത്. വഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ആഘോഷ നാളുമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് മആശറ വിളിക്കുമ്പോൾ മുഅദ്ദിൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഇത് രണ്ടും ഞങ്ങൾക്ക് നന്നായി അറിയുന്നതാണല്ലോ. അതുകൊണ്ട് അറഫ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. തന്നെയുമല്ല, പരിശുദ്ധമായ ഖുർആനിൽ ഒരു സത്യപ്രതിജ്ഞ അല്ലാഹു മുമ്പ് നടന്നതിനെ എടുത്തു വിവരിക്കുന്നുണ്ട്. നമ്മളൊക്കെ അർവാഹികളുടെ ഒരു ലോകത്ത് എല്ലാ ആളുകളും ഇതുപോലെ സമ്മേളിച്ച ഒരു സമ്മേളനം നടന്നു പോയിട്ടുണ്ട്. ഹബീബായ നബിതങ്ങൾ പറയുന്നു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു കൊണ്ടുവന്നു. ആദം നബിയുടെ മുതുകിൽ നിന്ന് പിന്നീട് ലോകാവസാനം വരെ പിറവി കൊള്ളാനുള്ള മനുഷ്യരുടെയും എല്ലാ അർവാഹുകളെയും നമ്മൾ കൊണ്ടുവന്നു. മുഴുവൻ ആളുകളോടും നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തു, നിങ്ങളുടെ റബ്ബ് ഞാനാണ്, സൃഷ്ടാവ് ഞാനാണ്, നിങ്ങളെ പരിപാലിക്കുന്നവനും നിങ്ങളെ നിയന്ത്രിക്കുന്നവനും നിങ്ങളെ സൃഷ്ടിച്ചവനുമൊക്കെ നിങ്ങൾക്ക് ജന്മം നൽകാൻ പോകുന്നതുമൊക്കെ ഞാനാണ്. അലസ്തു ബിറബ്ബിക്കും, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് അല്ലാഹു അർവാഹുകളോട് ചോദിച്ചപ്പോൾ ഖാലൂ ബലാ, നമ്മളൊക്കെ ഉൾപ്പെടുന്ന കോടിക്കണക്കായ ജനസഞ്ചയങ്ങളുടെ അർവാഹുകൾ അല്ലാഹുവോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. അതേ റബ്ബേ, നീ തന്നെയാണ് ഞങ്ങളുടെ നാഥൻ എന്ന് അല്ലാഹുവോട് അടിമകൾ അർവാഹുകൾ സമ്മതിച്ചിട്ടുണ്ട്. ആ ദിവസമാണ് നാളെ ഹജ്ജാജികൾക്ക് പരിശുദ്ധമായ അറഫയിൽ അവർ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ ഹബീബായ നബിതങ്ങൾ പറയുന്നു, അവർക്ക് വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കുകയും അവർ ആർക്കൊക്കെയാണോ പാപമോചനം തേടിയത് അവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അവരുടെ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ഇന്നലെ രാത്രി നമ്മുടെ നാട്ടിലുള്ള ഹജ്ജിന് പുറപ്പെട്ട ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ രാത്രി മിനായിലേക്ക് പോവാണ്, പക്ഷെ ഒരുപാട് ആളുകൾക്ക് ജലദോഷവും അങ്ങനെയുള്ള ഒരുപാട് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ദുആ ചെയ്യണം. സ്വാഭാവികമാണ്, അതൊക്കെ ഹജ്ജിന്റെ ഭാഗമാണ്. ഒരിച്ചിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാഹുവേ അവർക്കെല്ലാം വളരെ ആത്മാർത്ഥതയോടെ ഭക്തി ചോർന്നു പോകാതെ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി മനോഹരമായി കർമ്മങ്ങളെ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് നാളത്തെ ദിവസത്തിൽ അവർ അറഫയിൽ നിന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അറഫയിൽ സംഗമിക്കാൻ ഭാഗ്യമില്ലാത്ത ആളുകൾക്ക് അല്ലാഹു നൽകുന്ന വല്ല പാരിതോഷികങ്ങളും ഉണ്ട്. നമ്മൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഖദ് ഗഫറ ലിസാലിഹീകും. നിങ്ങളിലുള്ള നല്ല ആളുകൾക്കൊക്കെ അല്ലാഹു അറഫയുടെ ദിവസം അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളുടെ ചുണ്ടിൽ നിന്ന് പടച്ചവൻ ഇങ്ങനെ എല്ലാം കൊത്തിപ്പൊറുക്കി എടുക്കുന്നത് കൊണ്ട് അവർ നടത്തുന്ന പ്രാർത്ഥനകളിൽ എന്തായാലും ലോകത്തുള്ള മുസൽമാൻ പെടും, അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കും, ഉറപ്പാണ്. പക്ഷേ ഒരു നിബന്ധന, ഖദ് ഗഫറ ലിസാലിഹീകും, നിങ്ങളിൽ നല്ല ആളുകൾക്കാണ് അല്ലാഹു പുറത്തു കൊടുക്കുന്നത്. വശഫഅ സാലിഹീകും ലിതാലിഹീകും, മോശക്കാരായ ആളുകൾക്ക് ശുപാർശ ചെയ്യാൻ അറഫയുടെ ദിവസത്തിൽ നല്ല ആളുകൾക്കും അല്ലാഹു സമ്മതം കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്നാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കുടുംബത്തിലെ, കൂട്ടുകാരിലെ, സൗഹൃദ വലയങ്ങളിലൊക്കെ ആളുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് ദ്വാരക്കാം. നാളത്തെ ദിവസത്തിൽ വിളി അല്ലാഹു കേൾക്കും. അറഫയുടെ ദിവസത്തിൽ വിളി, നമുക്ക് മറ്റന്നാളത്തെ ദിവസത്തെ വിളി. അല്ലാഹുവേ ഞങ്ങളുടെയൊക്കെ ദുആകൾക്ക് നീ ഉത്തരം നൽകണേ തമ്പുരാനെ. തൻസിലുർ റഹ്മത്തു ഫതഉമ്മുഹും, അന്നത്തെ ദിവസം വിശാലമായി ഭൂമിയിൽ റബ്ബിന്റെ കാരുണ്യം ഇറങ്ങും, ലോകത്തുള്ള മൊത്തം ആളുകൾക്കും അത് ലഭിക്കും. ഫതുഫറഖുൽ മഗ്ഫിറ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാപമോചനത്തെയും വിഹിതം വെക്കും മുഴുവൻ ആളുകൾക്കും. ഫതഖഉ അലാ കുല്ലി തായിബിൻ, പടച്ചവനെ തെറ്റുപറ്റിപ്പോയി ഞാൻ ഖേദിക്കുന്നു റബ്ബേ, നല്ലവനാകാൻ കൊതിയുണ്ട് എന്ന ഭക്തിയുള്ള ഹൃദയമുള്ള തൗബ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. മിമ്മൻ ഹഫിള ലിസാനഹു വയദഹു, തൗബ ചെയ്യുകയും നാവും കൈകളെയും ഒക്കെ നല്ലപോലെ സംരക്ഷിക്കുകയും ചെയ്ത ആളുകൾക്കാണ് തൗബ സ്വീകരിക്കപ്പെടാനും ദുആകൾക്കുള്ള ഉത്തരം നൽകപ്പെടാനുമുള്ള യോഗ്യതയുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെയും മറ്റന്നാളും നമുക്കിവിടെ ദുൽഹിജ്ജ 8 നാളെ യൗമു തർവിയാണ്, നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്തുള്ള ദിവസമാണ്. എല്ലാവരും നോമ്പെടുക്കണം പറ്റുന്നവർ. ഇച്ചിരി മഴയൊക്കെ ഉണ്ടല്ലോ, വലിയ കഠിന ചൂടൊന്നുമില്ലല്ലോ, ഒന്ന് എടുത്തു നോക്കാം. വളരെ പരിശുദ്ധമായ ദിവസങ്ങളാണ്, നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടമാണ്. അതുപോലെ തൊട്ടടുത്ത ദിവസം മറ്റന്നാൾ അറഫയുടെ ദിവസമാണ്, വളരെ വിശുദ്ധമായ ദിവസമാണ്. നോമ്പ് നിർബന്ധമായും നിങ്ങൾ എടുക്കണം. മുൻകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ വല്ല നോമ്പുകൾ ഖളാ വീട്ടാനുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ നിയ്യത്ത് ചെയ്തേക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. فإني أحتسب على الله أن يكفر السنة التي قبله والتي بعده. അറഫയുടെ ദിവസം നോമ്പ് നോറ്റാൽ ഞങ്ങൾക്ക് എന്ത് പുണ്യമുണ്ട് നബിയെ എന്ന് ചോദിച്ച സ്വഹാബികളോട് ഹബീബിന്റെ മറുപടി, ഒരു വർഷം കഴിഞ്ഞ പാപം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു കൊടുക്കും. ഇനി വരാനുള്ള ഒരു വർഷത്തെ പാപവും അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട് എന്ന് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിന്റെ ഉള്ളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കൊല്ലം അടുത്ത വർഷം കൂടെ ഉള്ള ദോഷം പൊറുക്കുന്നു പറഞ്ഞ ദോഷം ചെറുതെങ്കിലും സംഭവിക്കാൻ ആള് ജീവനോടെ ബാക്കി ഉണ്ടാകണം. അപ്പൊ ഒരു വർഷത്തെ ആയുസ് കൂടെ ഈ നോമ്പുകൊണ്ട് ഉണ്ടാകുന്ന നമ്മൾ കരുതേണ്ടത്. നോമ്പ് മറക്കരുത്, പറ്റുന്നവരെ കൊണ്ടൊക്കെ എടുപ്പിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ഖും ലബ്ബി റബ്ബക യൗമ അറഫത വദ്ഉഹു ദഅവാതുകും മദ്നൂവത്തുൽ ലിർദാഹു.
അറഫാ ദിവസത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനകളെ കൊണ്ട് നമ്മൾ മുഖരിതമാക്കണം. ഞായറാഴ്ചയിലെ ക്ലാസ് ഉണ്ടാകും 7 മുതൽ 8 വരെ എല്ലാ ഞായറാഴ്ചയും നടന്നു വരുന്ന ക്ലാസ്. ഇൻഷാ അല്ലാഹ് അറഫന്റെ ദിവസമായിരിക്കും അത്. നമുക്കൊരു പ്രത്യേക പ്രാർത്ഥനാ സദസ്സെന്ന് സംഘടിപ്പിക്കണം. എല്ലാവരും വരണം. മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ നല്ല സുഖം. രാവിലെ നേരമില്ല, നല്ല മഴയും തണുപ്പും ഉണ്ടാവും. പക്ഷേ നഷ്ടപ്പെട്ടാൽ വലിയ നഷ്ടം തന്നെയാണ്. കോടാനുകോടി ആളുകൾക്ക് അല്ലാഹു അന്ന് നരകമോചനം നിശ്ചയിക്കുന്ന ദിവസമാണ് അറഫയുടെ നാൾ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പ്രത്യേകമായി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞായറാഴ്ച ദിവസം മറ്റന്നാൾ രാവിലെ 7 മണിക്ക് കൃത്യമായി നിങ്ങൾ പള്ളിയിലെത്തണം. അന്നൊരു വിപുലമായ പ്രാർത്ഥന നമ്മൾക്ക് പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കണം. അല്ലാഹുവോട് മനസ്സിന്റെ സങ്കടഭാരങ്ങൾ കെട്ടടിച്ചു വെക്കണം റബ്ബിന്റെ മുമ്പിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. നാളെ ദുൽഹിജ്ജ 8 ഒമാനൂർ ശുഹദാക്കളുടെ നേർച്ച നമ്മുടെ നാട്ടിൽ എല്ലാ വർഷത്തിലും മനോഹരമായി നടത്തപ്പെടാറുണ്ട്. ശരിക്കും ഇന്നാണ് നടക്കേണ്ടത്, ദുൽഹിജ്ജ 7. ഇന്ന് വെള്ളിയാഴ്ചക്കായതുകൊണ്ട് എല്ലാവർക്കും ചില അസൗകര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് സൗകര്യത്തിന് വേണ്ടി നാളെ ശനിയാഴ്ച ദിവസം രാവിലെ 8 മണിക്ക് നമ്മുടെ മദ്രസയിൽ മൗലിദ് ഉണ്ടാവും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറ്റുന്ന ആളുകളൊക്കെ എല്ലാ വർഷവും നടക്കുന്ന പോലെ അതിന്റെ ഒരു ഭക്തിയും അതിന്റെ ഒരു ബഹുമാനമൊക്കെ നിങ്ങൾ മനസ്സിൽ കണ്ട് ഒരു 8 മണി സമയമാകുമ്പോൾ മൗലിദ് സദസ്സിലേക്ക് പറ്റുന്നവരൊക്കെ എത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരു ചിരി ചെലവും കാര്യങ്ങളൊക്കെ അന്നദാനവുമായി ബന്ധപ്പെട്ടതിന്റെ സംഘാടകർക്കൊക്കെ വരും. അതുകൊണ്ട് ഒമാനൂർ ശുഹദാക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് കറാമത്തുകളും അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ടാവും. അത് സ്ഥിരമായി കഴിക്കുന്നവർക്കൊക്കെ അതിൻ്റെതായ നേട്ടങ്ങളും ഗുണങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും. ഇത് ചെറിയ പരിപാടിയല്ലല്ലോ, അല്ലാഹുവിന്റെ അരികിൽ വലിയ ഖബൂലിയത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വല്ല നേർച്ചയോ സംഭാവനകളോ ഒക്കെ ഉള്ളത് നമ്മൾ മീറ്റിംഗ് കുട്ടിയാക്കാനൊക്കെ ഉണ്ടാവും. വിഷയം നിങ്ങൾ ഏൽപ്പിക്കണം. നല്ല രൂപത്തിൽ എല്ലാവരും ആ വിഷയവുമായി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹകരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. തൊട്ടപ്പുറത്തെ ദിവസം തിങ്കളാഴ്ച ദിവസമാണ് ബലിപെരുന്നാൾ സുദിനം. കൃത്യം 8:30 മണിക്കാണ് നമുക്ക് തക്ബീർ കിട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. നിങ്ങൾ 8 മണിയാകുമ്പോഴേക്ക് പള്ളിയിലെത്തണം. നേരത്തെ കുളിച്ചൊരുങ്ങി ബലിപെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടിയുള്ള സുന്നത്തായ കുളിയൊക്കെ കുളിച്ച് നല്ല അത്തറൊക്കെ പൂശി ഉള്ളതിൽ പുതിയ മുന്തിയ വസ്ത്രമൊക്കെ ധരിച്ച് നല്ല റാഹത്തിൽ തക്ബീർ ചൊല്ലിയിട്ട് പള്ളിയിൽ വരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. അന്ന് രാത്രിയാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹല്ലിലെ ഉദഹിയത്തിന്റെ അറവ് സമയം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഏകദേശം 42ഓളം മൃഗങ്ങളായി ഇനി ഉദഹിയത്തിന്റെ കളക്ഷൻ നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് താൽക്കാലികമായി. നിങ്ങൾ ചെയ്യേണ്ടത് ഉദഹിയത്തിന്റെ അറവിലും അനുബന്ധ കർമ്മങ്ങളിലൊക്കെ എല്ലാവരും നല്ലതുപോലെ പങ്കാളികളാവണം. രാത്രിയാണ് ഉസ്താദേ ഉറക്കൊഴിക്കൽ നടക്കൂല എന്ന് നിങ്ങൾ കരുതരുത്. കൊല്ലത്തിൽ ഒരു വട്ടേ ഉണ്ടാവുള്ളൂ ഉദഹിയത്ത്. അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വലിയ സൗഭാഗ്യവും പ്രതിഫലവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവസാനം എന്നെ നോക്കുമ്പോൾ കുറച്ച് എല്ലാ കൊല്ലവും കഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അങ്ങനെയായി ചുരുങ്ങി പോകാതെ പറ്റുന്ന ആളുകളൊക്കെ ആ വിഷയവുമായി സംബന്ധിക്കണം. അറവിന് അന്ന് എത്താൻ പറ്റാത്ത ആളുകളൊക്കെ എന്നെ ഏൽപ്പിക്കണം. നീ ഏൽപ്പിച്ചാലും ആ സദസ്സിൽ അറുക്കുന്ന സമയത്ത് അവരവരുടെ മൃഗങ്ങളുടെ അരികിൽ നമ്മൾ ഉണ്ടാകണം. അതൊക്കെ വലിയ പ്രതിഫലമുള്ള കാര്യങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. ഇശാ നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ അറവ് ആരംഭിക്കും. പറ്റുന്ന ആളുകളൊക്കെ ഇൻഷാ അല്ലാഹ് അറവ് സ്ഥലത്ത് ഉണ്ടാകണമെന്ന് പ്രത്യേകമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എത്ര പറഞ്ഞാലും കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. എന്നാലും ആർക്കെങ്കിലും ഒരാൾക്ക് നന്നാകാൻ അതൊക്കെ കൊല്ലം നിൽക്കണമല്ലോ നിന്നാ മതി എന്ന് ആലോചിക്കാതെ മാറ്റങ്ങൾ വരണ്ടേ. എന്തെങ്കിലുമൊക്കെ ഒരു ഈമാനികമായ ഉയർച്ച നമുക്ക് വേണ്ടേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാവിലെ 4:30 മണിക്കാണ് ടോക്കൺ നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നമ്മൾ മാംസം വിതരണം ചെയ്ത് തുടങ്ങുക. മഹല്ലുകാരായിട്ടുള്ളവർ, പരിസരത്തുള്ളവർ, തൊട്ട് അയൽ പക്കങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് രാവിലെ 6 മണിക്കാണ് സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ 4:30 മണിയാകുമ്പോൾ എല്ലാ കൊല്ലവും നിങ്ങൾ ചെയ്യുന്നവരാണ് ഉണർത്തുന്നു എന്ന് മാത്രം. ആ സമയമാകുമ്പോൾ കൃത്യമായി നിങ്ങൾ എത്തുകയും അവരവരുടെ വിഹിതം നിങ്ങൾ വാങ്ങിക്കൊണ്ടു പോവുകയും ചെയ്യണമെന്ന് വിനീതമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു.
അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്ന നല്ല ആനന്ദങ്ങളും യാത്രകളും അതുപോലെ സ്നേഹപ്രകടനങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആകാം. അതിൽ ബറക്കത്തുണ്ടാകും. ഹറാമിനെ കുറിച്ച് നമ്മൾ ആലോചിക്കരുത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അമലുകളുടെ പ്രതിഫലം കത്തിച്ച് കളയുന്ന തരത്തിലുള്ള ജോലികളോ പ്രവൃത്തികളോ പദ്ധതികളോ നമ്മൾ മെനയരുത്, പ്ലാൻ ചെയ്യരുത്. അതൊക്കെ നമ്മുടെ ഭാവിയെയും ആഖിറത്തിനെയും ഒക്കെ ബാധിക്കും. അള്ളാഹു നമ്മളുടെ ഈമാൻ വളരെ തിളക്കത്തോടുകൂടെ സംരക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. 8:30 മണിക്കാണ് നിസ്കാരം. 8:30 തന്നെ കറക്റ്റായി എത്തണ്ട. 8 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തണം. നിങ്ങൾ ബംഗാളികൾ ഇവിടെ ഫുള്ള് സീറ്റ് പിടിക്കും. പിന്നെ മുമ്പത്തെ സുഖം നിങ്ങൾക്ക് സീറ്റ് ഉണ്ടാവില്ല. ഇരുന്നാൽ പിന്നെ ഏറ്റവും നീപ്പിക്കാനും പറ്റില്ല, സാധുക്കളല്ലേ. അതുകൊണ്ട് നേരത്തെ എത്തണം. നമ്മൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. പെരുന്നാളിനെ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 8 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ ഇവിടെ എത്തണം. കുറച്ചു നേരം നമുക്ക് തക്ബീറൊക്കെ ചൊല്ലണം. അതുപോലെ ഈ ദിവസങ്ങളിലൊക്കെ അറിവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങളെ കാണുമ്പോൾ പ്രത്യേകം തക്ബീറൊക്കെ ചൊല്ലൽ സുന്നത്താണ്. തക്ബീറുകളും തസ്ബീഹുകളും തഹ്മീദുകളും എപ്പോഴും ഈ 10 ദിവസങ്ങളിലായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. അതുപോലെ ഷെയർ വാഗ്ദാനം ചെയ്തിട്ടുള്ള ആളുകളും ഒരെണ്ണം വീതം വാങ്ങാൻ കമ്മിറ്റി ഏൽപ്പിച്ചവരും ഇന്നു തന്നെ അതിന്റെ സംഖ്യ കമ്മിറ്റി മുഴുവൻ ആളുകൾക്കും ചെറുതും വലുതുമായ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ മുറാദുകളെയും നിറവേറ്റി രോഗങ്ങളിൽ നിന്ന് അവർക്ക് സുരക്ഷയും ശിഫാവും ലഭ്യമായി ആരോഗ്യമുള്ള ദീർഘായുസ് അല്ലാഹു അവർക്കും നമുക്കും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ കുപ്പത്തുള്ള ഒരു യുവതിയുടെ ചികിത്സയിലേക്കാണ് ഇന്നത്തെ പിരിവ്. കാലിന്റെ വിരലുകളൊക്കെ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ ചികിത്സയിലാണ്. അല്ലാഹു അവർക്ക് ശിഫ നൽകട്ടെ. നിങ്ങൾ കഴിയുന്ന രീതിയിൽ ആ വിഷയവുമായി സഹകരിക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുവേ, സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവിടെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളിലും പങ്കാളികളാകുന്ന മുഴുവൻ ആളുകൾക്കും ഉബഹിയത്തിൽ പ്രത്യേകമായി അല്ലാഹുവേ, ദീനിന്റെ വിഷയങ്ങളിൽ ഇവിടുത്തെ ദീനീയ ഖിദ്മത്തുകളിലെല്ലാം പങ്കാളികളാകുന്നവർ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഉബഹിയത്ത് എന്ന് പറയുന്ന സൽക്കർമ്മം അത് ചെയ്യുന്നതോടെ നിന്റെ ഖബൂലിയത്ത് അവർക്ക് നിർബന്ധമായെങ്കിലും ഒരുപാട് ലക്ഷ്യങ്ങളും മുറാദുകളും ഉണ്ട്. ഉസ്താദേ, ദുആരക്കണം പ്രത്യേകമായി എന്നേൽപ്പിച്ച ഒട്ടനവധി ആളുകളുണ്ട്. റബ്ബേ, മനസ്സറിയുന്നവനാണല്ലോ നീ, പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. വിഷമങ്ങളെ പരിഹരിക്കുകയും ജീവിതത്തിൽ വലിയ നിഅമത്തുകളുടെ വാതിലുകൾ നീ തുറന്നു കൊടുക്കുകയും ചെയ്യണേ റബ്ബേ. പ്രത്യേകമായി കുഴൽ കിണർ കുഴിക്കാൻ, അതിൽ വെള്ളം കാണാൻ ഒരു 500 രൂപ പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ദുആ ചെയ്യാൻ ഒരു സഹോദരൻ. അല്ലാഹുവേ, നീ അവരുടെ മുറാദുകൾ നിറവേറ്റണേ അല്ലാഹ്. ശുദ്ധമായ ദാഹജലം, വറ്റാത്ത ദാഹജലം ലഭ്യമാകുന്ന ഒരു കിണർ അല്ലാഹുവേ നീ കണ്ടെത്തി നൽകണേ തമ്പുരാനെ. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അല്ലാഹുവേ നീ ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്. ആമീൻ വറഹ്മത്തുക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി المسلمين رحمكم الله. الجمعة حج الفقراء والمساكين وعيد المؤمنين. الخطبة تقوم مقام ركعتين من الفرض. روى البخاري ومسلم عن أبي هريرة رضي الله عنه أنه قال: قال رسول الله صلى الله عليه وسلم: إذا قلت لصاحبك أنصت والإمام يخطب يوم الجمعة فقد لغوت فاسمعوا وأنصتوا رحمكم الله. استمعوا ليغفر الله لنا ولكم ولجميع المسلمين والمؤمنين أجمعين فاستغفروا إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته. الله أكبر الله أكبر
الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله الحمد لله الحمد لله الذي يعيد علينا يوم عرفة ويعين العباد للعبادة فيه بالرأفة وأشهد أن لا إله إلا الله وحده لا شريك له شهادة تبرئ المعتقدين من الرجفة وأشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله بعثه الله عز وجل مبجلا بالتحفة وأرشد الناس إلى ما فيه المودة والحكمة والإلفة صلى الله على سيدنا محمد وعلى آله وأصحابه وأعوانه نزهوا من الخبائث كالسرقة والخطفة صلاة وسلاما دائمين متلازمين إلى يوم تتقبل فيه الاستقامة والزحفة أما بعد فيا أيها المؤمنون أوصيكم وإياي أولا بتقوى الله العزيز الغفار يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين إخواني في الإسلام نحن نمشي ونجري في أيام مباركات وكل إلينا رسول الله صلى الله عليه وسلم وأوصانا للاشتغال بها بعبادات خاصة وقال فأكثروا فيهن من التهليل والتكبير والتسبيح والتمجيد وأيضا في هذه الأيام يوم التروية ويوم عرفة إن الحجاج قد خرجوا لأداء مناسك الحج في الليلة الماضية ويومنا هذا حتى إن الله عز وجل قد يوفق لهم لإتمام مناسكهم بالطاعة والصحة والعافية والسلامة ويوم عرفة يقول النبي صلى الله عليه وسلم إن الله أخذ الميثاق من ظهر آدم بنعمان أي إنه اسمه عرفة عرفات بمكة حتى إن الله أخرج من صلبه كل ذرية يخلقهم الله عز وجل بعده حتى إن الله عز وجل خاطبهم وكلمهم قبل ونثر بين يديه كالذر هكذا يقول النبي صلى الله عليه وسلم وكلمهم قبل يقول ربنا عز وجل وإذ أخذ ربك من بني آدم من ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين
وأيضا يقول النبي صلى الله عليه وسلم: إن الله عز وجل لما نزل في محكم تنزيله في سورة البروج والسماء ذات البروج واليوم الموعود وشاهد ومشهود، إن الله عز وجل أراد باليوم الموعود، يقول النبي صلى الله عليه وسلم: هو يوم القيامة، يوم المحشر، وشاهد أي يوم الجمعة، ومشهود يقول النبي صلى الله عليه وسلم: يوم عرفة. أن رجلا من اليهود جاء إلى أمير المؤمنين عمر بن الخطاب رضي الله عنه وقال: يا أمير المؤمنين، آية في كتاب الله عز وجل تقرؤونها لو نزلت علينا معشر اليهود لاتخذنا ذلك اليوم عيدا. فقال عمر بن الخطاب رضي الله عنه: أي آية؟ إنه قال: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. لما سمع هذه الآية من فم هذا الرجل اليهودي أجاب سيدنا عمر بن الخطاب رضي الله عنه وقال: إني لأعلم يوم الذي أنزلت فيه هذه الآية والمكان التي أنزلت فيه. إنها كان النبي صلى الله عليه وسلم بعرفات يوم الجمعة، نزلت هذه الآية على رسول الله صلى الله عليه وسلم، كلاهما بحمد الله عز وجل لنا عيد. هكذا يقول سيدنا عمر بن الخطاب رضي الله عنه. فعلينا أيها الأحبة أن نشتغل في هذه الأيام المباركة بالأعمال الصالحة. يقول النبي صلى الله عليه وسلم لما سئل، يقول أبو قتادة رضي الله عنه لما سئل عن يوم عرفة، عن صيام يوم عرفة، يقول النبي صلى الله عليه وسلم: صوم يوم عرفة، صيام يوم عرفة يكفر السنة التي قبله والتي بعده. في رواية أخرى: في السنة الماضية والسنة الباقية. وأيضا يقول النبي صلى الله عليه وسلم للصحابة في حجة الوداع أخيرا: إن الله قد غفر لصالحيكم وشفع صالحيكم لطالحيكم، وتنزل الرحمة فتعمهم في هذه الأيام المباركات على الوجه على الأرض. إن الله عز وجل يوفق من شاء فقط للحج وللحشر في عرفة، والباقون يسكنون ويطمئنون في بلدانهم بغير توفيقهم من الحج. إن الله عز وجل يوفق من شاء فقط في كل سنة، بل الباقون لا ييأسون ولا يقنطون من رحمة الله سبحانه. يقول النبي صلى الله عليه وسلم: فتنزل الرحمة فتعمهم وتفرق المغفرة على الأرض، فتقع على كل تائب مستغفر داع لله عز وجل مع القلب الخاشع الخاضع ممن حفظ لسانه ويده. أيها الأحبة، أصلحوا أعمالكم وأحسنوا قرباتكم وأطيعوا ربكم تدخلوا جنة ربكم. جعلنا الله وإياكم من عباده الصالحين. كلام العزيز الغفار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذ ربك من بني آدم من ظهورهم ذريتهم وأشهدهم على أنفسهم ألست بربكم قالوا بلى شهدنا
تقولوا يوم القيامة إنا كنا عن هذا غافلين أو تقولوا إنما أشرك آباؤنا من قبل وكنا ذرية من بعدهم أفتهلكنا بما فعل المبطلون وكذلك نفصل الآيات ولعلهم يرجعون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله لم تخطر كيفيته ببال ولم تبين ماهيته بمقال. صلى الله على سيدنا محمد أضاء بنوره الأكوان والأجيال وعلى آله وأصحابه وأعوانه والأوتاد والأبدال الموفين عهدهم بالطاعة والامتثال صلاة وسلاما دائمين متلازمين إلى يوم الإدبار والإقبال. أما بعد فيا من سمع سيد الابتهال أوصيكم وإياي أولا بتقوى الله ذي الجلال واتقوه فإن التقوى تصحح الأشكال والأبطال وتحيي الأصول والآمال. إن الله لا يغير ما بقوم حتى يغيروا ما بأنفسهم وإذا أراد الله بقوم سوءا فلا مرد له وما لهم من دونه من وال. له دعوة الحق والذين يدعون من دونه لا يستجيبون لهم بشيء إلا كباسط كفيه إلى الماء ليبلغ فاه وما هو ببالغه وما دعاء الكافرين إلا في ضلال. هذا صلوا وسلموا على سيدنا محمد صلى الله عليه وسلم هو الذي وضع عنا الأوزار والأثقال. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك على رسولك سيدنا محمد نزلت عليه سورة الأنفال ودلهم على سورة الجمال والكمال وعلى آله وأصحابه وأعوانه وأتباعه تعطروا بهمة الجبال. اللهم ارض عن الخلفاء الراشدين المهديين عن أولهم إمامنا أبي بكر الصديق وعن ثانيهم سيدنا عمر بن الخطاب وعن ثالثهم سيدنا عثمان بن عفان وعن رابعهم سيدنا علي بن أبي طالب وعن حمزة والعباس وعن سائر أمهات المؤمنين وبقية الصحابة والقرابة رضوان الله تعالى عن كل واحد منهم أجمعين. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك
إنك سميع قريب مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار ووالدينا وأساتذنا من النار، واعتقنا وإياهم من الديون والمظالم والنار. اللهم وفقنا ومن أرادوا السفر منا ومن سافروا منا للحج والعمرة وللزيارة المقبولة والمرضية والمبرورة مع الصحة والعافية يا ذا الجلال والإكرام برحمتك يا أرحم الراحمين. عباد الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمدا رسول الله. حي على الصلاة حي على الفلاح. قد قامت الصلاة قد قامت الصلاة. الله أكبر الله أكبر. لا إله إلا الله. الله أكبر. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون. وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما. قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. الله أكبر. سمع الله لمن حمده. الله
الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. الله أكبر. سمع الله لمن حمده. السلام عليكم ورحمة